ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. വടകര പാർലമെന്റ് നിയോജക മണ്ഡലം MP ശ്രീ ഷാഫി പറമ്പിൽ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ വലിയ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. നമ്മുടെ സ്കൂളിലെ പ്രിയപ്പെട്ട മാനേജർ ശ്രീ റഹ്മത്തുള്ള ചെറക്കൽ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം സ്കൂളിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാവണമെന്നാണ്. ഞാൻ അതിൽ നിന്ന് എൻ്റെ പ്രസംഗം തുടങ്ങുകയാണ്. സ്കൂളിൻ്റെ കാര്യത്തിൽ സജീവമായ ശ്രദ്ധ ഉണ്ടാകുമെന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പ്രിയപ്പെട്ട HM പറയുമ്പോൾ അവിടുന്ന് കൈയടിക്കുന്നു രണ്ടാൾക്കാർ. ഞാൻ ചോദിച്ചു, പെങ്ങളാണോ ഇരിക്കുന്നത്? അല്ല എന്നോട്. ഞാൻ ഒന്നുകൂടെ നോക്കാൻ പറഞ്ഞപ്പോഴാണ് പറഞ്ഞ അദ്ദേഹം. പ്രിയപ്പെട്ട HM മറ്റ് ടീച്ചേഴ്സിനും എല്ലാവർക്കും സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ഞാൻ വലിയ പ്രസംഗത്തിന് മുതിർന്നില്ല. കുട്ടികളുടെ പാർക്കും ഇപ്പൊ തന്നെ നിങ്ങൾ കാണുന്നുണ്ട്. അവിടെ ആരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണേ, ഒരുപാട് ആൾക്കാർ അതിൻ്റെ മേലെ ഉണ്ട്. ആരെങ്കിലും ഒന്നോ രണ്ടോ മുതിർന്ന ആളുകൾ അവരുടെ ഒരു ചെറിയ ശ്രദ്ധ ഉണ്ടാവണം. അപ്പൊ സ്കൂളിലെ പാർക്കും കുട്ടികളുടെ കളിയും സ്നേഹവും കൂടിച്ചേരലൊക്കെ എത്രത്തോളം വലിയ ആവശ്യമാണ് എന്നുള്ളത് നമ്മളിപ്പോൾ തിരിച്ചറിയാൻ തുടങ്ങി. ഈ അടുത്ത ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, ഈ അടുത്ത ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മരണങ്ങൾ, കൊലപാതക പരമ്പരകൾ, സ്വന്തം രക്ഷിതാക്കളെ മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളെ സംബന്ധിച്ചുൾപ്പെടെയുള്ള വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ കുട്ടികൾ ഇതിനെ ഒരു 6 ഇഞ്ച് സ്ക്രീനും മൊബൈൽ ഫോണും ഒക്കെ മാത്രമായിട്ട് ഇരുന്നാൽ പോരാ. അവർ പുറത്തിറങ്ങി കളിക്കണം, ഓടിച്ചാടി കളിക്കണം, അവർ ജയിക്കണം, അവർ തോക്കണം, അവർ പരസ്പരം സഹായിക്കണം, പരസ്പരം ആശ്വസിപ്പിക്കണം, അവരെ പഠിക്കാനും മാർക്ക് വാങ്ങാനും മാത്രമല്ല പരസ്പരം ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിക്കണം. അവരോട് കരിയറിനെ പറ്റി മാത്രമല്ല മനുഷ്യത്വത്തെ പറ്റിയും സംസാരിക്കണം. അവർക്ക് മാർക്കും റാങ്കും മാത്രമല്ല അവർക്ക് പരസ്പര ബഹുമാനവും വിശ്വാസവും സാഹോദര്യവും ഒക്കെ അതൊക്കെ ബോധപൂർവം തന്നെ ചെറുപ്പത്തിൽ പറഞ്ഞുണ്ടാക്കേണ്ട ഗുണങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയാണ്. പഴയ കാലത്ത് അതൊക്കെ സ്വാഭാവികമായ കുട്ടികൾ അങ്ങനെയല്ലേ പഠിക്കുകയുള്ളൂ, അങ്ങനെയല്ലേ വളരുള്ളൂ എന്ന് വിചാരിച്ചിരുന്നിടത്തപ്പോൾ കാര്യങ്ങൾ മാറുക. ഇപ്പൊ കേൾക്കുന്ന വാർത്തകളൊക്കെ വിശ്വസിക്കാൻ പ്രയാസമാണ്. സിനിമാ കഥകളിൽ പോലും ഒരു കഥയായിട്ട് എഴുതിയ ആളുകൾ വിശ്വസിക്കുമോ എന്ന് ആലോചിച്ച് നമ്മുടെ സിനിമകളിൽ നിങ്ങൾ കണ്ടു കാണും. രക്ഷിതാക്കളെ മക്കളെ കൊല്ലുന്ന സിനിമകൾ അപൂർവമാണ്, വളരെ കുറവാണ്. എന്ന് വെച്ചാൽ അതിന്റെ കാര്യം എന്ത് ലോജിക്കില്ലായ്മ എഴുതിയാലും ഇങ്ങനെയൊക്കെ എഴുതിയ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളതാണ് പ്രാർത്ഥന. പക്ഷെ എന്താ പണ്ടൊക്കെ രക്ഷിതാക്കൾ പ്രാർത്ഥിച്ചിരുന്നത്? എന്താ മുമ്പും ഇപ്പോഴും ഒക്കെ രക്ഷിതാക്കളുടെ പ്രാർത്ഥന എന്താ? കുട്ടി പുറത്തു പോയാൽ സുരക്ഷിതമായിട്ട് തിരിച്ചു വരണേ എന്നുള്ളത്. വലിയ വീടാണെങ്കിൽ മാത്രമല്ല, ഓടിട്ട വീടാണോ അല്ലെങ്കിൽ ഓലമേഞ്ഞ വീടാണോ അല്ലെങ്കിൽ ടാർപോളിൻ ഷീറ്റാണോ കൂരയാണോ കുടിലാണോ തറവാടാണോ കൊട്ടാരമാണോ ഒന്നുമല്ല. ഏതമ്മയും പ്രാർത്ഥിക്കുന്നത് കുട്ടി സുരക്ഷിതമായിട്ട് തിരിച്ചു വരണം എന്നുള്ളതാണ്. ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളെ കാണുമ്പോൾ ആളുകൾ വീടിനകത്ത് കൊല്ലപ്പെടരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ LP സ്കൂളിലെ കുട്ടികളെ തൊട്ട് നമ്മൾ ഈ സ്നേഹത്തോടെ പരസ്പരം ഇഷ്ടത്തോടെ വളരാനും പഠിപ്പിക്കേണ്ട ഒരു കാലം തന്നെയാണ്. അതുകൊണ്ടാണ് കളിയിടങ്ങളും പൊതു കുട്ടികൾക്ക് ഓടിച്ചെന്ന് ഇരിക്കാവുന്ന ഇടങ്ങളൊക്കെ നാടിന് വിലപ്പെട്ടതാവും. അതുകൊണ്ട് തന്നെയാണ് ഈ LP സ്കൂളിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാവണമെന്ന് മാനേജർ പറയുമ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു പൊതുവിദ്യാലയത്തിലേക്ക് കുട്ടികളെ അയക്കുന്നതിന്റെ പേരിൽ ഒരു രക്ഷിതാക്കളും ദുഃഖിക്കേണ്ടി വരരുത് എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തം തന്നെയാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്ന കാര്യത്തിൽ സജീവമായി ഞാൻ ഈ സ്ഥാപനത്തിന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട ഒട്ടനവധി നേതാക്കന്മാർ, ഗ്രാമപഞ്ചായത്തിന്റെ പിന്നെ AO ഉൾപ്പെടെയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർമാർ, പ്രിയപ്പെട്ട ഒട്ടനവധി ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ എല്ലാവരും ഇവിടെ, ജഗവക്കീലും അതുപോലെ തന്നെ സൂപ്പിക്ക് ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകർ എല്ലാവരും ഇവിടെയുണ്ട്. അവരൊക്കെ സ്കൂളിനും നാടിനെ പറ്റിയും പറയും. അവരൊക്കെ പറയുന്നത് ജഗവക്കീൽ ഇങ്ങനെ എൻ്റെ വാർഡ്, എൻ്റെ നാട്, എൻ്റെ വാർഡ്, എൻ്റെ നാട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു നേരം വൈകിയ നേരത്ത് പുറത്ത് നടത്തൊന്നും വേണ്ട, നമുക്ക് ഉള്ളിൽ നിന്ന് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല, എന്തായാലും ഞങ്ങളുടെ നാടാണ്, വാർഡാണ്, ഇതിൽ കൂടെ നടന്നേ പറ്റൂ എന്നുള്ള അദ്ദേഹം പറയുന്നു. സൂപ്പിക്ക് അപ്പുറത്ത് വെലങ്ങാട് പരിപാടിക്ക് വന്ന ശേഷം പറഞ്ഞു ആദ്യം ഇവിടെ ഇല്ല, ഇവിടുത്തെ നിർബന്ധമായിട്ട് ഒരുമിച്ച് പോകണമെന്നുള്ളത് പറയുന്നു. ഇപ്പം എല്ലാവർക്കും ഇതിനോടുള്ളൊരു താല്പര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഇവിടെ നമ്മുടെ പൊതുപ്രവർത്തകർ, പഞ്ചായത്ത് മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരെല്ലാവരും നമ്മുടെ AO ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും നമ്മളോടൊപ്പമുണ്ട്. എല്ലാവരോടും ഉറപ്പിച്ചു പറയുന്നു, പൊതുവിദ്യാലയങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി നാടിൻ്റെ കൂടെ ഉണ്ടാകും, ഈ കുഞ്ഞു കുട്ടികളുടെ കൂടെ ഉണ്ടാകും, പ്രിയപ്പെട്ട രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കൂടെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നവീകരിച്ച കെട്ടിടത്തിൻ്റെയും പാർക്കിൻ്റെയും ഈ വാർഷിക ആഘോഷങ്ങളുടെയും ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഔപചാരികമായി നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, താങ്ക് യു. ഹൃദയം നിറഞ്ഞ നന്ദി ശ്രീ ഷാഫി പറമ്പിൽ. വേദി
ഒരു അനുഗ്രഹീത മുഹൂർത്തത്തിന് സാക്ഷി